കുടുംബം കലക്കുന്ന സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, നല്ല ബുദ്ധി എല്ലാവർക്കും നൽകണേ അല്ലാഹ്. ഞാനൊരൊറ്റ കഥ പറയട്ടെ. ആ കഥ പറഞ്ഞ് ബാക്കിയുള്ള വിഷയങ്ങളൊന്ന് ടച്ച് ചെയ്ത് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഒരു മകൾ, ആ മകളെ കെട്ടിച്ച വീട്ടില് ഭർത്താവും ആ സഹോദരിയും ഭർത്താവിന്റെ ഉമ്മയും മാത്രമാണുള്ളത്. സന്തോഷത്തിൽ ഇങ്ങനെ കഴിയുന്നതിനിടയിൽ ഭർത്താവ് ഗൾഫ് പോയി. പിന്നെ ഉമ്മയും മകളും മാത്രം താമസിക്കുന്ന ആ വീട്ടിൽ ഉമ്മ എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തലാണ്, എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നമാണ്. ഭക്ഷണം വെച്ചൊരു മണി ബാക്കിയായാൽ അതൊരു കുറ്റമാണ്, എണ്ണയൊന്നു കൂടിപ്പോയാൽ അതിന് പ്രശ്നമാണ്. എല്ലാ വിഷയത്തിനും പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരാതിപ്പെടുന്ന ഉമ്മയെ കൊണ്ട് ഈ മകളങ്ങ് തോറ്റപ്പോ മകൾ രോഗബാധിതയായി, അസുഖത്തിലായി, ഇടക്കിടക്ക് അസുഖം വന്നു. അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ചെന്നപ്പോ ഡോക്ടറോട് ഈ പെണ്ണ് പറഞ്ഞു, സാറേ, തടിക്ക് സുഖമില്ലാത്തതിനേക്കാൾ മനസ്സിന് സുഖമില്ല. തടിക്ക് സുഖമല്ല, അതിനേക്കാൾ സാറേ നിങ്ങളോട് പറയാം, മനസ്സിനൊരു സുഖമല്ല. പെരയിലുണ്ട് ഒരു സാധനം, ഒരു തള്ള, അതിനെ കൊണ്ടൊരു സൗര്യം കിട്ടൂല. അപ്പൊ ഈ സാറ് പറഞ്ഞു, ആണോ, ആ തള്ളൊന്ന് ചത്ത് കിട്ടിയാൽ, ഒന്ന് മരിച്ചു കിട്ടിയാൽ ഒരു സമാധാനാണ്. ഭർത്താവിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ തള്ളനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. മനസ്സിന് സുഖമില്ലാത്തതുകൊണ്ടാണ് തടിക്കടക്കിടക്കുന്ന രോഗം വരുന്നത്. ഈ പെണ്ണ് പറഞ്ഞപ്പോ ഈ സാറ് പറഞ്ഞു, എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നീ ഞാനുമായി എഗ്രിയാണെങ്കിൽ നമുക്ക് ആ ഉമ്മയെ അങ്ങ് കൊന്നു കളഞ്ഞാലോ. ഇതങ്ങ് കേട്ടപ്പോ ഈ പെണ്ണ് ആദ്യം നെട്ടി കൊല്ലേ. അത് പ്രതീക്ഷിച്ചതല്ലോ. അവൻ പറഞ്ഞു, ആരും അറിയില്ല, കൊലപാതകമാണെന്ന് ഒരാൾക്കും തിരിയില്ല. നീ ഒരു കാര്യം ചെയ്താൽ മതി, ഉമ്മയെ എന്റെ അടുത്തൊന്ന് എത്തിച്ചു തന്നാൽ ബാക്കി വിഷയങ്ങൾ ഞാൻ ചെയ്തോളൂ. പക്ഷെ ഞാൻ വെറുതെ ചെയ്യൂല, നിന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുകയല്ലേ. നിനക്ക് പിന്നെ ഭർത്താവോടൊന്നിച്ച് സുഖമായി കഴിയാലോ, എനിക്കല്ല പ്രതിഫലം വേണോ. ഈ പെണ്ണൊരു നിമിഷം ഒന്നിങ്ങനെ ആലോചിച്ചിരുന്നു. പിന്നെ പെണ്ണിന് തോന്നി, ഏതായാലും വയസ്സായില്ലേ, അതങ്ങനെ തട്ടിക്കളയാ, എന്നാ സന്തോഷത്തിൽ കഴിയാലോ എന്ന്. ഏതായാലും ആയില്ലേ, നോക്കണ്ട, ആരും അറിയില്ലല്ലോ, ഇയാളെ ഏറ്റെടുത്തല്ലേ. ഇയാളോട് പറഞ്ഞു, അത് ഞാൻ ഏറ്റു, എന്താ നിങ്ങൾക്ക് വേണ്ടിച്ചെങ്കിൽ ഞാൻ തരാം, പക്ഷെ ആ ശല്യം ഒഴിവാക്കി തന്നാൽ മതിയാണ്. ഇയാൾ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യൂ, ഉമ്മക്ക് എന്തെങ്കിലും അസുഖം വരുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കുക, എന്നിട്ട് ഉമ്മയെ മെല്ലെ ഒന്ന് എന്റെ അടുക്കൽ എത്തിക്കുക, ബാക്കി ഞാൻ ചെയ്തോളാം. സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് പറഞ്ഞപ്പോ ഈ പെണ്ണ് വീട്ടിൽ വന്നിട്ട് ഉമ്മക്ക് എന്തെങ്കിലും ഒരു അസുഖം വേണമല്ലോ കൊണ്ടുപോകാൻ. ഉമ്മയൊന്ന് ചുമക്കുമ്പോഴേക്ക് പെണ്ണ് പറയാൻ തുടങ്ങി, ഉമ്മ നിനക്ക് എന്തോ ചുമയുണ്ടല്ലോ, ഡോക്ടറെ കാണിക്കണോ. അപ്പൊ ഈ ഉമ്മയുടെ മറുപടി, ചിലക്കണ്ടയ്യ്, ഈ വലിയൊരു ഒലിപ്പിക്കലേരുത്തി, എനിക്ക് വരണ്ടെങ്കിൽ അതിന് മരുന്ന് കുടിക്കാനും എനിക്കറിയാം, ഈ എന്റെ പിന്നാലർന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഉമ്മന്റെ സ്വതസിദ്ധമായ ശൈലിയിലുള്ള മറുപടി. അപ്പൊ ഈ പെണ്ണ് മനസ്സുകൊണ്ട് ഇങ്ങനെ മന്ത്രിച്ചു, തള്ളേ, നിങ്ങളെ വല്ലാതെ വൈകാതെ നമ്മൾ ഒതുക്കിക്കോളൂട്ടോ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല. മനസ്സിലിങ്ങനെ പറഞ്ഞു, എന്നാലും ഡോക്ടറെ അടുത്ത് എത്തിക്കണല്ലോ. ഉമ്മ രാവിലെ എണീറ്റപ്പോ സാധാരണ എണീക്കുന്ന സമയത്ത് തന്നെ ഉമ്മ എണീറ്റത്. പക്ഷെ ഈ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, ഉമ്മ നിങ്ങളെ മുഖത്ത് എന്തോ ഒരു ക്ഷീണം കാണുന്നുണ്ട്, എന്തോ ഒരു വെയ്യായി കണ്ട്, നമുക്കൊന്ന് കാണിച്ചാലോ. സാധാരണ നിങ്ങൾ നേരത്തെ എണീറ്റ് നല്ല ആവേശത്തിൽ ഉന്മേഷത്തിൽ പണിയെടുക്കുന്നതും ചൊല്ലി പറയുന്നതൊക്കെ അല്ലേ, ഇപ്പൊ നിങ്ങളെ മുഖത്ത് നോക്കുമ്പോ തന്നെ ഒരു ടെൻഷൻ, ഒരു വിഷമമൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഉമ്മ പറഞ്ഞു, അനക്കിപ്പോ 2 ദിവസമായിട്ട് എന്തോ ഒരു കുണക്ക് കുണിക്കണല്ലോ, എന്റെ അടുത്ത് എന്തോ ഒരു കാര്യലാഭം കരുതുന്നുണ്ടാവില്ലേ, അതൊന്നും നടക്കൂല്ലോ. ഈ എന്റെ പണി നോക്കിക്കോ, ഞാൻ എന്റെ പണി നോക്കിക്കോളാം, എനിക്കറിയാം ഇപ്പൊ എണീക്കണോ, എങ്ങനെ നടക്കണോ, എങ്ങനെ പണിയെടുക്കണം എന്നൊക്കെ, ഈ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. എന്നോട് ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിട്ട്, പക്ഷെ പെണ്ണ് വിട്ടില്ല. പിന്നെ അങ്ങനെയാണല്ലോ, ഒരു മനുഷ്യനോട് 1-2 തവണ ചോദിക്കുമ്പോ പിന്നെ അയാളെ കൽവിൽ സ്വാഭാവികമായിട്ട് തോന്നുന്നു. ഒരാചാര്യങ്ങളെ കണ്ടപ്പോ, എന്താ ആചാര്യങ്ങളെ കണ്ടിട്ട് എന്തോ ഒരു ക്ഷീണം പിടിച്ച മാതിരി ഉണ്ടല്ലോ, അസുഖം വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല ആചാര്യ പോയി. 2 അടി കഴിഞ്ഞപ്പോ അവിടുന്ന് ഒരു മറ്റൊരാൾ കണ്ടപ്പോഴും ചോദിച്ചു, ആചാര്യ എന്താ മുഖത്തൊരു ടെൻഷൻ, വല്ലതും ഉണ്ടോ, വല്ല അസുഖം എന്തുണ്ടോ? ആചാര്യ അവിടുന്ന് ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ആചാര്യ മനസ്സിൽ തോന്നി, എനിക്ക് എന്തുണ്ടോ, എനിക്കെന്തോ ഒരു കുണക്കലുണ്ടോ, എല്ലാവരും എന്നെ കാണുമ്പോൾ അങ്ങനെ ചോദിക്കുന്നു, എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് മനുഷ്യന്റെ സൈക്കോളജി, അങ്ങനെയാണല്ലോ. ഈ പെണ്ണിങ്ങനെ ഉമ്മനോട് 2-3 വട്ടം ചോദിച്ചപ്പോ പിന്നെ ഉമ്മന്റെ മനസ്സിൽ തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന്. അവസാനം പിന്നെ ഉമ്മ പറയാൻ തുടങ്ങി, എന്തൊക്കെയോ ഒരു ക്ഷീണുണ്ട്, അതൊക്കെ ഞാൻ എന്റെ വൈക്കായിക്കോളൂ, എന്റെ പണി നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു. നിർവാഹമില്ലാതെ വന്നപ്പോ ഈ പെണ്ണിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് സുബ്ഹാനല്ലാഹ് ഒന്ന് കാണിച്ചേക്കാമെന്ന് തോന്നി. ഈ പെണ്ണ് നിഫാഖോടുകൂടെ കാപട്യം മറച്ചു വെച്ചിട്ട്
വെച്ചിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എന്റെ അടുത്ത് നല്ലൊരു ഡോക്ടറുണ്ട്, അയാളെ കണ്ടാൽ തന്നെ രോഗം മാറും, ഒന്ന് പോയി കാണിച്ചേക്കാം നമുക്കെന്ന് പറഞ്ഞ് ഉമ്മയെ കൈപിടിച്ച് ഡോക്ടറെ അടുത്തുകൊണ്ടുപോയി. ഇവര് പ്ലാനഡ് ആണല്ലോ പരിപാടി. ഡോക്ടർ എന്ത് ചെയ്തു? ഉമ്മയും മകളും കയറി വന്നു. കയറി വന്ന ഉടനെ ഉമ്മയുടെ കൈ പിടിച്ചിട്ട് മകളോടങ്ങ് ഗൗരവപ്പെട്ടു, നിങ്ങൾ എവിടെയിരുന്നു ഇത്രയും ദിവസോ? ഉമ്മക്കൊരു ഭീകരമായ രോഗം ഉമ്മന്റെ ശരിക്കലില്ലേ, നിങ്ങൾ ഉമ്മ നിങ്ങൾക്ക് വേണ്ടേ എന്നൊക്കെ ചോദിച്ച് ഡോക്ടർ അങ്ങ് കസറാൻ തുടങ്ങിയപ്പോ ഈ പെണ്ണൊന്ന് പേടിച്ചു പോയി. പെണ്ണൊന്ന് പേടിച്ച് ഇയാൾ പറഞ്ഞിട്ടല്ലേ ഞാൻ കൊണ്ടുവന്നത്, ഇയാൾ ആദ്യം പ്ലാൻ ചെയ്ത മാറ്റുന്നില്ലല്ലോ സംസാരം. ഡോക്ടർ പറഞ്ഞു, ഉമ്മാക്കൊരു കാര്യമായ രോഗമുണ്ട്, 40 ദിവസവും മുറ തെറ്റാതെ കൃത്യമായി ഉമ്മ മരുന്ന് കുടിച്ചാൽ ഉമ്മ ബാക്കിയാവും, അല്ലെങ്കിൽ ഉമ്മ ബാക്കിയാവൂല. എന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങളൊന്ന് പുറത്തേക്ക്, എനിക്ക് മോളോട് എഴുത് പറയണ്ട്. ഉമ്മനെ പുറത്തിരുത്തിയിട്ട് പറഞ്ഞു, ഈ മരുന്ന് ഞാൻ തന്നെ മരുന്ന് 40 ദിവസം കൃത്യമായി കൊടുത്തോ, എന്നാ നമ്മൾ പറയുന്ന കാര്യം നേടാൻ പറ്റൂട്ടോ. ഉമ്മ അറിയില്ല, പക്ഷേ വളരെ കൃത്യമായി മരുന്ന് കുടിപ്പിക്കണോ, ഞാൻ പറയുന്ന വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണോ. ഞാനൊരു ആക്ട് ചെയ്തതാണ്, ഒരു ഡ്രാമ കളിച്ചതാണ്. സുബ്ഹാനല്ലാഹ്, ഈ പെണ്ണ് അത്ഭുതപ്പെട്ടു, ഇയാൾ ആള് ഭയങ്കര സംഭവമാണല്ലോ. എന്നിട്ട് ഉമ്മയകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ രോഗം കുറച്ച് കടുപ്പുള്ളതാണ്, നിങ്ങളെ കളിയൊന്നും നടക്കൂല, ശരിക്ക് പറയുന്ന വിധത്തിൽ മരുന്ന് കഴിക്കണോ, ഭക്ഷണം കഴിക്കണോ, ഉറങ്ങണോ എന്നൊക്കെ പറഞ്ഞ് ഉമ്മയെയും മകളെയും വിളിച്ചുപദേശിച്ചു. അപ്പൊ ഈ പെണ്ണു അവിടെ വെച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ ഉമ്മനോട് ഒരാഴ്ചയായി പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്, ഉമ്മ അങ്ങക്ക് എന്തോ രോഗമുണ്ട്, ഡോക്ടറെ കാണിക്കല്ലേ, ചുമയുണ്ട്, ക്ഷീണുണ്ട് എന്നൊക്കെ. ഉമ്മ മെയിൻ്റെ ആക്കാഞ്ഞിട്ടാണ് എന്റെ പ്രശ്നമല്ല എന്നൊക്കെ ഈ പെണ്ണും പറഞ്ഞു. ഏതായാലും രണ്ടുപേരും വീട്ടിൽ നിന്ന് ഡോക്ടറെ അടുക്കൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ചു. ഈ പെണ്ണ് കൽബ് കൊണ്ട് ഇങ്ങനെ സന്തോഷിച്ചു, അല്ലാ 40 ദിവസം കഴിഞ്ഞാ പിന്നെ എന്റെ പെരയിൽ ഞാൻ മാത്രാണ്, എന്റെ പ്രിയതമനും ഞാനും സന്തോഷത്തോടുകൂടെ കഴിയാ, ഈ തള്ളന്റെ ശല്യം ഉണ്ടാവൂലല്ലോ. 40 ദിവസം സഹിച്ചാ പോരെ, 40 ദിവസം എന്തായാലും ഡോക്ടർ പറഞ്ഞതുപോലെ ചെയ്യാം. പെണ്ണങ്ങനെ തീരുമാനിച്ചു, 40 ദിവസം സഹിച്ചാൽ മതിയല്ലോ. എന്നിട്ട് ഉള്ളിൽ ദേഷ്യമെല്ലാം അടക്കി പിടിച്ച് പുറമേക്ക് മറ്റൊരു സ്വഭാവം കാണിച്ചു. നേരം പാതിരയാകുമ്പോൾ കൃത്യം 8:30 മണിയാകുമ്പോഴേക്ക് ഭക്ഷണമെല്ലാം തയ്യാറാക്കി ഉമ്മക്ക് ഭക്ഷണം വിളമ്പി മരുന്ന് കൊണ്ടുപോയി കൊടുത്തു. ഉമ്മയുടെ മറുപടി, എനിക്കറിയാം ഭക്ഷണം കഴിക്കണമെന്നുള്ളൂ, മരുന്ന് ഒഴിക്കണമെന്നൊക്കെ, ഈ എന്നെ തീറ്റിക്കാൻ നിൽക്കണ്ട, മരുന്ന് ഒഴിപ്പിക്കാൻ നിൽക്കണ്ട, ഈ എന്റെ പണി നോക്കിക്കോ. ഉമ്മയുടെ ശൈലിയിൽ മറുപടി പറഞ്ഞു. പക്ഷേ മകള് പറഞ്ഞു, നടക്കൂല ഉമ്മ, ഡോക്ടർ പറഞ്ഞതല്ലേ, മരുന്ന് കുടിച്ചിട്ടേ ഞാൻ പോകൂ, ഭക്ഷണം കഴിച്ചിട്ടേ ഞാൻ പോകൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഉള്ളുകൊണ്ട് ഇങ്ങനെ മന്ത്രിക്കാൻ തുടങ്ങി. തള്ളയങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, നിങ്ങളെ കാണിച്ചു തരാ എന്നുള്ള നീയത്തിൽ പുറമേ മറ്റൊന്നും ഉള്ളിൽ മറ്റൊന്നും കാണിച്ചു. പക്ഷെ ഉമ്മ പ്രതികരിച്ചുകൊണ്ടേയിരുന്നു. ഉമ്മ ഉമ്മ എന്ന സ്നേഹത്തോടെ ഈ പെണ്ണുള്ളിൽ കാപട്യത്തോടുകൂടെ വിളിച്ചുകൊണ്ടിരുന്നു. ഒരാഴ്ച ഉമ്മ ഉമ്മ എന്ന് വിളിച്ചപ്പോൾ ഒരാഴ്ച അങ്ങ് കഴിഞ്ഞപ്പോ അറിയാതെ ഉമ്മയുടെ വായിൽ നിന്ന് വന്നുപോയി, മോളെ. ഒരാഴ്ച ഉമ്മ എന്ന് വിളിച്ചപ്പോ അറിയാതെ ഉമ്മയുടെ വായിൽ നിന്ന് മോളെ എന്നുള്ള വിളി വന്നു. അപ്പൊ ഈ പെണ്ണിനിങ്ങോട്ട് ദേഷ്യം പിടിച്ചു, മോളെ, ഈ വിളിക്കൊക്കെ വേണ്ടി ഞാൻ കുറെ ആശിച്ചതാണ്, കള്ളത്തിലൊക്കെ നമുക്ക് തിരിയും, ഏതായാലും കുറച്ച് ദിവസം കൂടെ അല്ലേ അത് കഴിഞ്ഞാൽ ഞങ്ങളെ ശല്യം ഉണ്ടാവൂലല്ലോ, എന്നെ വിളിക്കണ്ട വിളി എന്നൊക്കെ ഈ പെണ്ണ് മനസ്സുകൊണ്ട് മന്ത്രിച്ചു. ഡോക്ടർ പറഞ്ഞതുപോലെ ഉമ്മ എണീക്കുന്നതിന്റെ മുമ്പ് എണീക്കും, ഭക്ഷണം പാകം ചെയ്യും, ഉമ്മക്കുള്ള ചായയും മരുന്നും എല്ലാം തയ്യാറാക്കും, കൃത്യമായി മരുന്ന് കൊടുക്കും. ഒരു 10-20 ദിവസം ഇങ്ങനെ കഴിഞ്ഞ് 22ാമത്തെ ദിവസമായപ്പോ അതിരാവിലെ മോളെണീക്കാൻ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയപ്പോ ഉമ്മ വിളിക്കുന്നു സുബഹിയുടെ മുമ്പ്, മോളെ ഉറക്കില് പെട്ടോ, എന്റെ മോൾ ഉറങ്ങിക്കോ, ഇന്ന് ഉമ്മ എണീറ്റ് ഭക്ഷണം പാകം ചെയ്യാ. ഈ അതിരാവിലെ മോളെ എന്നുള്ള വിളി കേട്ട് എന്റെ മോൾ ഉറങ്ങിക്കോ എന്നുള്ള ഈ സംസാരം അങ്ങ് കേട്ടപ്പോ ഈ പെണ്ണിന്റെ മനസ്സിൽ തോന്നി, റബ്ബേ, ഇതെന്നെ ആത്മാർത്ഥമായിട്ട് വിളിക്കുന്ന വിളിയാണോ അല്ലാ, ഞാൻ ഉണരുന്നതും പ്രതീക്ഷിച്ച് എന്റെ ഭർത്താവിന്റെ ഉമ്മ കാത്തിരിക്കുകയാണോ, ഞാനൊന്നറിയാതെ ഉറങ്ങിപ്പോയപ്പോഴേക്ക് എന്നെ മോളെ എന്ന് വിളിക്കുന്നുവോ, ഇതിലൊരു ആത്മാർത്ഥതയുണ്ടോ എന്ന് തോന്നിപ്പോയി.
മകളുടെ മനസ്സിൽ ഒരു മാറ്റം വരാൻ തുടങ്ങി. 22 ദിവസം അങ്ങനെ കഴിഞ്ഞ് മോളെ എന്നുള്ള വിളിയും ഉമ്മ എന്നുള്ള വിളിയും അതങ്ങനെ അങ്ങനെ അങ്ങ് അടുക്കാൻ തുടങ്ങിയപ്പോ രണ്ടുപേരുടെയും കൽബടുക്കാൻ തുടങ്ങി, വിളി ആത്മാർത്ഥമാവാൻ തുടങ്ങി. ഈ ഉമ്മ ചിന്തിച്ചു, റബ്ബേ, ഞാൻ എത്ര ശല്യപ്പെടുത്തിയാലും, ഞാൻ എത്ര കുറ്റപ്പെടുത്തിയാലും, ഞാൻ എത്ര വെറുപ്പിച്ചാലും എനിക്കൊരു രോഗം വന്നപ്പോ എന്റെ മകന്റെ ഭാര്യ എന്നോട് എന്തൊരു സ്നേഹമാ കാണിക്കുന്നത്, എന്നെ എത്രയാ പരിചരിക്കുന്നത്, എന്റെ പിറകിൽ വന്ന് ഭക്ഷണം തരുന്നു, മരുന്ന് തരുന്നു, കിടത്തി ഉറക്കുന്നു, എനിക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു തരുന്നല്ലോ. ഈ മോളെ ഞാൻ കണ്ടറിയാതെ ആയല്ലോ അല്ലാ എന്ന് ഉമ്മയുടെ കൽബിൽ തോന്നി. 30 ദിവസത്തോടടുക്കുമ്പോ മകളുടെ കൽബിലും മാറ്റം വരാൻ തുടങ്ങി. 30 ദിവസം അങ്ങ് കഴിഞ്ഞപ്പോ ഈ പെണ്ണിന് പിന്നെ ചിന്ത മാറി, റബ്ബേ 10 ദിവസം കഴിഞ്ഞാൽ എന്നെ ഇനി മോളെ എന്ന് വിളിക്കുന്ന ഈ ഉമ്മ ഈ വീട്ടിലുണ്ടാവുകയില്ലല്ലോ. ഉമ്മ എന്ന് വിളിക്കാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയുണ്ടാവില്ലല്ലോ. ലോകത്തെന്നെ പോലെ കുറ്റകൃത്യം ചെയ്ത, എന്നെ പോലെ തെമ്മാടിത്തരം ചെയ്തൊരു പെണ്ണുമുണ്ടാവില്ലല്ലോ. സ്വന്തം ഭർത്താവിന്റെ ഉമ്മയല്ലേ ഞാൻ കൊലക്ക് കൊടുത്തത്. ഈ പെണ്ണിന് കുറ്റബോധം തോന്നി. നേരം വെളുത്ത് ഉമ്മക്കുള്ള മരുന്നും ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഈ പെണ്ണ് ഉമ്മ അറിയാതെ ഡോക്ടറെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, സാറേ, ഞാൻ എന്റെ ബുദ്ധിമോശം കൊണ്ട് എന്റെ ഉമ്മയെ കൊല്ലാൻ വേണ്ടി നിങ്ങളോട് കൂട്ടുനിന്നതാണ്. പക്ഷേ എനിക്കിപ്പോ ഉമ്മയുടെ മോളെ എന്നുള്ള വിളി കേൾക്കാതെ എനിക്ക് കഴിയുന്നില്ല. എന്റെ ഉമ്മക്ക് എന്നോട് നല്ല സ്നേഹമുണ്ട്. ഞാൻ എന്റെ ഉമ്മയെ തെറ്റിദ്ധരിച്ചതാണ്. നിങ്ങൾ എന്റെ ഉമ്മയെ കൊലക്ക് കൊടുക്കരുത്. ഡോക്ടർ പറഞ്ഞു, മോളെ ഇനി ഒരു രക്ഷയുമില്ല, കാലുമാറരുത്. ഞാനും നീയും തമ്മിലുള്ള കരാറല്ലേ, 40 ദിവസമല്ലേ കരാറ്. ഏതായാലും 40 ദിവസം ഇങ്ങനെ തുടർന്നേ മതിയാവൂ. 40ാമത്തെ ദിവസം എന്തായാലും ഉമ്മ മരിക്കൂല. അന്ന് ഉമ്മയുടെ കൈ പിടിച്ചു വാ, എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, കാലുമാറരുത് കേട്ടോ. പെണ്ണ് ഡോക്ടറുടെ അടുക്കൽ നിന്നിറങ്ങി. പെണ്ണിന്റെ കൽബ് നിറയെ തീയാണ്. റബ്ബേ, എന്റെ ഉമ്മയെ ഞാൻ മരണത്തിന് കൊടുക്കുകയാണല്ലോ അല്ലാ. സ്നേഹനിധിയായ ഉമ്മക്കറിയില്ലല്ലോ, ഞാൻ വെച്ച് വിളമ്പുന്നത് വിഷമാണ്, ഞാൻ കൊടുക്കുന്നത് വിഷമാണ്. ഞാൻ എന്റെ ഉമ്മയുടെ കഴുത്തിന് നേരെ കത്തി നീട്ടുകയാണെന്ന് ഉമ്മക്കറിയില്ലല്ലോ. ഈ പെണ്ണ് വീട്ടിലേക്ക് കയറി ചെന്നപ്പോ വീട്ടുവാതിൽ തന്നെ ഉമ്മ നിൽക്കുന്നുണ്ട്. കാത്തു നിൽക്കുകയാണ് ഉമ്മ. കയറി വരുമ്പോൾ ചോദിക്കുന്നു, മോളെ എത്ര സമയമായി ഉമ്മ നിന്നെ കാത്തിരിക്കുന്നു, എന്റെ മോളെ എങ്ങോട്ടാ പോയത്, നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല മോളെ. ഇതുകൂടെ അങ്ങ് കേട്ടപ്പോ ഈ പെണ്ണിന്റെ കൽവ് പൊട്ടിപ്പോയി. റബ്ബേ, ഒരല്പസമയം ഞാൻ അങ്ങ് വിട്ടു നിന്നപ്പോഴേക്ക് എന്നെ കാണാതെ എന്റെ ഉമ്മക്കാവുന്നില്ലെന്നോ. ഈ ഉമ്മയെ ഞാൻ തിരിച്ചറിയാതെ പോയല്ലോ. പെണ്ണ് പറഞ്ഞു, ഞാൻ ഈ അടുത്ത വീട്ടിലൊന്ന് പോയതാ ഉമ്മ, പെട്ടെന്ന് വന്നില്ലേ, അടുത്ത വരി പോയി ഒരല്പസമയം സംസാരിച്ചു പോയതാണെന്ന് കളവും പറഞ്ഞ് വീട്ടിലേക്ക് അങ്ങ് കയറി കഥകളച്ചിട്ട് ഈ പെണ്ണ് കരഞ്ഞു തീർത്തു. അല്ലാ, ഒരല്പസമയത്തേക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റാത്ത എന്റെ ഉമ്മയെ ഞാൻ കൊലക്ക് കൊടുക്കാൻ പോവാണല്ലോ. എന്നേക്കാൾ വലിയ ധിക്കാരിയാരാണ്. ദിവസം അങ്ങനെ തള്ളി തള്ളി നീക്കി. 40ാമത്തെ ദിവസം നേരം വെളുത്തപ്പോൾ ഉമ്മയുടെ കൈ പിടിച്ച് ഡോക്ടറുടെ സമീപത്തേക്ക് ചെല്ലുകയാണ്. എന്ത് സംഭവിക്കുമെന്നറിയില്ല. കൈ പിടിച്ച് ഡോക്ടറുടെ അടുത്തെത്തിയപ്പോൾ ഉമ്മയും മകളും ഡോക്ടറുടെ റൂമിലേക്ക് അങ്ങ് കയറിയിട്ട് ഉമ്മയുടെ കൈ പിടിച്ചിട്ട് ഡോക്ടർ ചെക്കപ്പ് നടത്തിയിട്ട് ചോദിച്ചു, ഉമ്മ മരുന്ന് കഴിച്ചിരുന്നോ, കൃത്യമായി ഉറങ്ങിയിരുന്നോ എന്ന് ചോദിച്ചപ്പോ ഈ ഉമ്മ നിറക്കണ്ണുകളോടെ പറഞ്ഞു, സാറേ, ഞാൻ മരുന്ന് കുടിച്ചതല്ല, എന്നെ കൊണ്ട് കുടിപ്പിച്ചതാണ്. എന്റെ ഈ മകളുണ്ടല്ലോ, റബ്ബെനിക്ക് തന്ന നിധിയാണ്. അന്ന് നിങ്ങൾ പറഞ്ഞ അന്ന് തൊട്ട് ഇന്നേ വരെ ഒരു നേരവും എനിക്ക് മരുന്ന് മുടങ്ങിയിട്ടില്ല, ഒരു നേരവും എനിക്ക് ഭക്ഷണം മുടങ്ങിയിട്ടില്ല. എല്ലാം നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ പൊന്നുമോൾ എനിക്ക് ചെയ്തു തന്നു. ഇതെന്റെ മോളാണ്. ഡോക്ടറുടെ മുന്നിൽ വെച്ച് ഉമ്മ മകളെ പറ്റി അങ്ങ് പറഞ്ഞപ്പോ ഉമ്മ കരയുന്നു, മകള് കരയുന്നു. മകള് കരയുന്നത്, റബ്ബേ, ഉമ്മ മരണത്തിന് കീഴടങ്ങാൻ പോവുകയാണല്ലോ, ഈ ഉമ്മയാണല്ലോ ഞാൻ കൊലക്കാരിൽ കയറ്റുന്നത് എന്നാലോചിച്ചാണ് ഡോക്ടർ പറഞ്ഞു, ഉമ്മ എങ്കിൽ നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കൂ, ഞാൻ മകളോടൊന്ന് സംസാരിക്കട്ടെ.
ഉമ്മയെ ഒന്ന് പുറത്തേക്ക് നിർത്തി. പെണ്ണ് പൊട്ടിക്കരഞ്ഞപ്പോ ഡോക്ടർ ചോദിച്ചു, എന്തേ ഉമ്മ മരിക്കാൻ പോവല്ലേ, നിന്റെ ആഗ്രഹം സഫലമാവുകയല്ലേ എന്ന് ചോദിച്ചപ്പോ, സാറേ എന്ത് വേണമെങ്കിലും തന്നേക്കാം, എന്റെ ഭർത്താവില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയും, പക്ഷെ എന്റെ ഭർത്താവിന്റെ ഉമ്മയില്ലാതെ എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല. ഈ ഉമ്മയുടെ ഖൽബ് നിറയെ സ്നേഹമാണെന്ന് ഞാൻ അറിയാതെ പോയതാണ്, എന്റെ അടുത്ത് തെറ്റുപറ്റിയതാണ്. ഇത് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, മോളെ എന്നാ ഉമ്മ മരിക്കൂല. എനിക്കറിയാം നീ വിഷയം എന്റെ അടുത്ത് വന്ന് പറയുമ്പോ ഫാൾട്ട് നിന്റെ അടുത്താണ് എന്ന്. നീ ഉമ്മക്ക് ചെയ്തു കൊടുക്കേണ്ട ഖിദ്മകൾ കൃത്യമായി ചെയ്തു കൊടുത്താൽ, നീ നിന്റെ ഖൽബിൽ നിന്ന് ഉമ്മ എന്നൊന്ന് ആത്മാർത്ഥമായി വിളിച്ചാൽ, മോളെ എന്നുള്ള വിളി ആ മാതൃത്വത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഉറവ പൊട്ടുക തന്നെ ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് 40 ദിവസം ഞാൻ ചികിത്സിച്ചത് ഉമ്മയല്ല, നിന്നെയാണ് മോളെ. ഫാൾട്ട് നിന്റെ അടുത്തായിരുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് ആ പെണ്ണ് ബോധം വെക്കുന്നത്. എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയുക എന്നറിയില്ല, എന്താ നിങ്ങൾക്ക് പ്രതിഫലം തരിക എന്നറിയില്ല. ഇദ്ദേഹത്തിന്റെ മറുപടി, എനിക്കൊന്നും വേണ്ട, റബ്ബിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം മതി. പക്ഷേ തെറ്റ് തിരിച്ചറിഞ്ഞല്ലോ, അതുകൊണ്ട് മോളെ ഉമ്മ എന്നൊന്ന് ആത്മാർത്ഥമായി വിളിച്ചാൽ, ഉമ്മക്ക് ചെയ്തു കൊടുക്കേണ്ട ഖിദ്മകൾ കൃത്യമായി ചെയ്തു കൊടുത്താൽ, മക്കളെ പോലെ സ്നേഹിക്കും കേട്ടോ. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉമ്മമാര് മാപ്പാക്കും, ബാപ്പമാര് പുറത്തു തരും. പക്ഷേ നമ്മളല്ലേ പഠിച്ചവർ, നമ്മളല്ലേ കൃത്യമായി പേരിനോടൊപ്പം ബഹുമതിയുടെ അക്ഷരക്കൂട്ടങ്ങൾ ചേർത്തി വെക്കുന്നവർ. അതുകൊണ്ട് ഞാൻ നിന്നെ തിരുത്തിയതാണ്. ഞാൻ ഈ കഥ പറഞ്ഞത് എന്റെ സംസാരം ശ്രവിക്കുന്ന ചെറുപ്പക്കാരികളെ, സഹോദരിമാരെ, ഉമ്മമാരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്നാഗ്രഹിക്കുന്ന മരുമകളെയാണോ നമുക്ക് വേണ്ടത്? എന്റെ ഉമ്മക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്ന മകളെയാണോ നമുക്ക് വേണ്ടത്? ഉമ്മ നമ്മൾ തീരുമാനിക്കണോ. കേറി വരുന്ന പെണ്ണ് നേരത്തെ പറഞ്ഞതുപോലെ ബഹുമതികളുടെ അക്ഷരക്കൂട്ടങ്ങൾ പേരിനോടൊപ്പം ചേർത്തി വെക്കുമെങ്കിലും അവൾക്ക് ജീവിതാനുഭവങ്ങളിൽ നിന്ന് പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് അനുഭവ ചൂളയിലൂടെ വളർന്നു വന്നവളല്ല അവൾ. അവൾക്ക് എഴുതാനും വായിക്കാനുമേ അറിയൂ.